നമസ്തേ. ഭൂമിയിലെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ മഹാസമ്മേളനമായ മഹാകുംഭമേളയുടെ സംഗമസ്ഥാനത്ത് കോടിക്കണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഈ മനുഷ്യ സംഗമം ഇന്ത്യയുടെ ഉപഭോക്തൃ ബിസിനസ് മേഖല ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. വിമാന ബുക്കിംഗ് 162% ഉയർന്നു. ട്രെയിൻ ബുക്കിംഗ് 187% വർദ്ധിച്ചു. 1.5 ലക്ഷം ടെൻഡ്. സിറ്റിയിലെ റൂമുകൾ എല്ലാം ഫുള്ളാണ്. ഹോട്ടൽ ബുക്കിംഗ് 10% ഇരട്ടി. കാർ, ഓട്ടോറിക്ഷ ബുക്കിംഗ് എല്ലാം ഫുൾ. 144 വർഷത്തിന് ശേഷം നടക്കുന്ന മഹാകുംഭമേള ശക്തമായ രീതിയിലാണ് ഇന്ത്യൻ ഇക്കണോമിയെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. ഇങ്ങനെ സനാതന ഇക്കണോമിയിലൂടെ ആയിരക്കണക്കിന് പുതിയ തൊഴിലുകളാണ് രൂപപ്പെടുന്നത്. വാസ്തവത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു വലിയ ചാലകമായ ഉത്സവ ചക്രം എന്നതിൻ്റെ ഏറ്റവും ദൃശ്യമായ ഭാഗമാണ് കുംഭമേളയിലൂടെ കാണുന്നത്. ചെറുതും വലുതുമായ ഉത്സവങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം അത് ഉപഭോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉപഭോഗത്തെ നയിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. GDPയുടെ ഏതാണ്ട് 60% ഉപഭോഗമാണ്. ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണത്തിന് ശേഷമുള്ള ഇക്കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ ഉണ്ടായ സാമ്പത്തിക ഉയർച്ച പ്രധാനമായും ഉപഭോഗ വളർച്ചയിലൂടെയാണ്. ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിലെ 3ാമത്തെ തന്നെ വലിയ ഉപഭോക്തൃ വിപണിയായി ഇന്ത്യ മാറുകയാണ്. കൺസ്യൂമർ ഗുഡ്സ് കമ്പനികൾ തങ്ങളുടെ വിൽപ്പന ഉയർത്താൻ വർഷം മുഴുവനും പല ഉത്സവങ്ങളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. പ്രത്യേകിച്ചും ഉപഭോഗം കുറയുമ്പോൾ പ്രയാഗ്രാജിലെ മഹാകുംഭം എന്നത് വ്യത്യസ്തമാകുന്നില്ല. സംസ്ഥാന കേന്ദ്ര ചെലവുകൾ ഉൾപ്പെടെ ഏകദേശം 12,670 കോടി രൂപയാണ് മഹാകുംഭത്തിന്റെ ബജറ്റ് വരുന്നത്. കുംഭവേളയിൽ കോടിക്കണക്കിന് ആളുകൾ പ്രയാഗ്രാജ് സന്ദർശിക്കുന്നതോടുകൂടി അവിടെ വലിയൊരു ബിസിനസ്സാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ ജനസംഖ്യ ഏകദേശം 140 കോടിയാണ്. 45 കോടി ആളുകൾ മഹാകുംഭമേള സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഭരണകൂടം കണക്കാക്കുന്നത്. എന്നാൽ നിലവിലെയൊക്കെ കണക്കുകൾ പ്രകാരം അതിലും ഉയരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുമാത്രമല്ല, ഇന്ത്യയിലെ പ്രമുഖ കമ്പനികൾ മേളയിൽ വിപണി കീഴടക്കാനും പുതിയ ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കാനും ഒക്കെ ഇവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മഹാകുംഭത്തിനു ചുറ്റുമുള്ള പരസ്യത്തിനും വിപണനത്തിനുമായി ബ്രാൻഡുകൾ ഏകദേശം 3600 കോടി രൂപയിലധികം ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ 25% ഔട്ട്ഡോർ പരസ്യങ്ങൾക്കും ബിസിനസ്സിനും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കുമായിട്ടാണ് നീക്കിവെക്കുന്നത്. ഫുഡ് കോർട്ടുകളും വെൻഡിംഗ് സോണുകളും ഇക്കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 100x130 അടിയുള്ള ഒരു പ്ലോട്ട് 1.22 കോടി രൂപയ്ക്കാണ് മേള ഭരണകൂടം ഒരു സ്വകാര്യ ഓപ്പറേറ്റർക്ക് വാടകയ്ക്ക് നൽകിയത്. ഈ കൂറ്റൻ പ്ലോട്ടാണ് ഫുഡ് കോർട്ടായി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കൂടാതെ 25 കുംഭ് സെക്ടറുകളിൽ ഉടനീളം വെൻഡിംഗ് സോണുകൾ തുറന്നിട്ടുണ്ട്. അതിലൂടെ ബിസിനസ്സുകൾ, ഭക്ഷണ സ്റ്റോളുകൾ, അമ്യൂസ്മെന്റ് സോണുകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിവയിലൊക്കെ വിപണനം ചെയ്യുന്നുണ്ട്. പരാഗ്, അമുൽ, കൊക്കോകോള എന്നിവ വലിയ തോതിലുള്ള പരസ്യ വിപണന ക്യാമ്പയിനുകളാണ് ഈ കുംഭമേളയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദർ ഡയറി, പാർലി, റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്നിവ സന്ദർശകർക്ക് പലതരം ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും വിൽക്കുന്ന കിയോസ്കുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്റ്റോളുകൾ ലഘുഭക്ഷണം മുതൽ പാലുൽപ്പന്നങ്ങൾ വരെയാണ് അവിടെ നൽകുന്നത്. ഇനി വിദേശ സന്ദർശകർ കൂടുതലുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ഡോമിനോസും പിസ്സ ഹട്ടും VIP ഘട്ടുകളിൽ തങ്ങളുടെ സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് പ്രവചിക്കുന്നത് മഹാകുംഭ് 2025 2 ട്രില്യൺ രൂപയുടെ ബിസിനസ് സൃഷ്ടിക്കും എന്നാണ്. ഹോർഡിങ്ങുകൾ, LED ഡിസ്പ്ലേകൾ, മൊബൈൽ ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെ 1800 കോടി രൂപ മുതൽ 2000 കോടി രൂപ വരെയാണ് ബ്രാൻഡുകളുടെ പരസ്യ ചെലവായിട്ട് പ്രതീക്ഷിക്കുന്നത്. നൂതന വിപണനത്തിന്റെ ഒരു കേന്ദ്രമായി മഹാകുംഭമേള മാറിയിരിക്കുന്നു എന്ന് സാമ്പത്തിക വിദഗ്ധർ അടക്കം പറയുകയാണ്. ITC, NII എന്നീ പോലുള്ള ബ്രാൻഡുകൾ തീർത്ഥാടകരിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് വിപുലമായ വ്യാപനം അവിടെ ഉറപ്പാക്കുകയാണ്. 1800 കോടി രൂപ മുതൽ 2000 കോടി രൂപ വരെയായിരിക്കും ഈ ഒരു സമയത്ത് പരസ്യ ചെലവ് എന്ന് വ്യവസായ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ അത് പറഞ്ഞ പോലെ തന്നെ 2025 മഹാകുംഭമേളയിൽ ഉത്തർപ്രദേശിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏകദേശം 1.2 ലക്ഷം കോടി രൂപ കൂട്ടിച്ചേർക്കും എന്നാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി അഥവാ CII കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സർക്കാർ കണക്കുകൾ പ്രകാരം ഒരു വ്യക്തിക്ക് ശരാശരി 5000 രൂപ ചെലവ് കണക്കാക്കിയാൽ തന്നെ വ്യാപാര വരുമാനം 2 ലക്ഷം കോടിയോ അതിൽ കൂടുതലോ ആയി ലഭിക്കും. സനാതനധർമ്മത്തിന്റെ മതപരമോ ആത്മീയമോ ആയ പ്രവർത്തനങ്ങളും സാമൂഹിക സൗഹാർദ്ദത്തിനായുള്ള മനുഷ്യവർഗത്തിനും സമൂഹത്തിനും ഇടയിലുള്ള ഉന്നമനവുമായി ഇത് ശക്തമായി തന്നെ ബന്ധപ്പെട്ടിരിക്കുകയാണ്.
അതേസമയം കോടിക്കണക്കിന് വ്യക്തികളെ സാമ്പത്തികമായി ശാക്തീകരിച്ച ജാതി വിവേചനത്തെ സനാതനധർമ്മം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ആ വസ്തുത അവർ നമ്മെ ഇതിലൂടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 2025 ഈ മഹാകുംഭമേള പോലെ ഭക്തരുടെ ജീവിതത്തെ ആത്മീയമായി സമ്പന്നമാക്കുക മാത്രമല്ല ഇത് ചെയ്യുന്നത്. ഉത്തർപ്രദേശിന്റെ ദീർഘകാല സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും അത് ചെയ്യുകയാണ്. വലിപ്പവും ഉൽപ്പാദിപ്പിക്കേണ്ട ജോലികളുടെ എണ്ണവും ഉള്ളതിനാൽ തന്നെ ഈ കുംഭമേള ശാശ്വതമായ ഒരു പാരമ്പര്യം അവശേഷിപ്പിക്കും എന്നതിൽ തർക്കമില്ല. അതിനാൽ ആഗോളതലത്തിൽ സംസ്ഥാനത്തെ ഒരു സാമ്പത്തിക കേന്ദ്രമാക്കിയാണ് ഇത് മാറ്റുന്നത്. അതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ ചലനങ്ങൾ, ടൂറിസം, അടിസ്ഥാന സൗകര്യങ്ങൾ, തൊഴിലവസരങ്ങൾ എന്നിവയെ വർഷങ്ങളോളം ഉത്തേജിപ്പിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. മഹാകുംഭ് അഥവാ മഹാകുംഭമേള 2025 ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരികവും ആത്മീയവുമായ പാരമ്പര്യങ്ങൾ പ്രദർശിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, വിശ്വാസത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും ഏകീകൃതമായ ഒരു ഒത്തുചേരൽ എന്ന നിലയിൽ അതിൻ്റെ സാമ്പത്തിക പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത്.